എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മാർച്ച് 20-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്, മാസപ്പിറവി ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിൽ 29 നോമ്പ് പൂർത്തിയാക്കി വെള്ളിയാഴ്ചയാണ് സംസ്ഥാനത്ത് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. നമ്മുടെ സംസ്ഥാനത്ത് ഇലക്ഷൻ നടക്കുന്നത് ഏപ്രിൽ 9-നാണ്. ഇതിനു മുമ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷനും സ്ത്രീ സുരക്ഷാ പെൻഷനും ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നേരത്തെ ലഭിക്കുമെന്ന് നമ്മൾ നേരത്തെ വ്യക്തമാക്കിയതാണ്. ഇത് പ്രകാരമുള്ള ഉത്തരവുകൾ മുൻകൂറായിട്ട് സർക്കാർ ഇറക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ നിങ്ങളെ അറിയിച്ചിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് പല ആളുകൾക്കും സംശയമുണ്ട്. അതുകൊണ്ടാണ് അത് വിശദമായിട്ട് ഒന്നുകൂടി പറയുന്നത്. അതായത് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നിലവിൽ വിതരണം ചെയ്യേണ്ടത് മാർച്ച് മാസത്തേതാണ്. ഓരോ മാസവും 20 മുതൽ 30 ഇടയിലായിട്ടാണ് ഇതിന്റെ വിതരണം ആരംഭിക്കാറുള്ളത്. മിക്കവാറും 25-ാം തീയതിക്ക് ശേഷമാണ് വിതരണം ആരംഭിക്കാറുള്ളത്. അതുപ്രകാരം മാർച്ച് മാസത്തെ പെൻഷൻ വിതരണത്തിനുള്ള സമയമാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഏപ്രിൽ മാസത്തേത് വിതരണം ചെയ്യേണ്ടത് ഏപ്രിൽ 25-നായിരുന്നു. പക്ഷേ ഈ മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം പൂർത്തിയാകുന്നതോട് കൂടിയിട്ട് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണവും ആരംഭിക്കുന്നതാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള ഉത്തരവ് കൂടിയാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. അതായത് വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ മാസത്തെ പെൻഷൻ നേരത്തെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ മറ്റൊരു ഉത്തരവായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മൊത്തം 5 ഉത്തരവാണ് ക്ഷേമ പെൻഷനും അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷനും വിധവ അവിവാഹിത പെൻഷൻകാരുടെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുമായിട്ട് 5 ഉത്തരവുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് പ്രകാരമാണ് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ പെൻഷൻ അതാത് മാസങ്ങളിൽ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതിന്റെ ഉത്തരവ് 2-ാം തീയതിയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്, മാർച്ച് 2-ാം തീയതി. പക്ഷേ ധനവകുപ്പിന്റെ വെബ്സൈറ്റിൽ വരാൻ താമസിച്ചു, അതുകൊണ്ടാണ് നമുക്ക് ലഭിക്കാൻ വൈകിപ്പോയത്. ഇതിന് ശേഷമാണ് അടുത്ത ഉത്തരവ് വന്നിട്ടുള്ളത്. അതായത് 2026 ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ 2000 രൂപ നേരത്തെ വിതരണം ചെയ്യാൻ വിഷുവിനോടനുബന്ധിച്ച് നേരത്തെ വിതരണം ചെയ്യുന്നതിന് പുറത്തിറക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ പെൻഷൻ ഉത്തരവ് വരികയാണ് എങ്കിൽ ഇത്ര തുക അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞ് തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് വരുന്നത് എങ്കിൽ ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് സർക്കാർ ഒരുപാട് ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഉത്തരവുകളാണ് ഈ ഒരു ഉത്തരവായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാർച്ച് മാസത്തേത് സാധാരണ ലഭിക്കുന്ന പോലെ ലഭിക്കുമ്പോൾ ഏപ്രിൽ മാസത്തെ പെൻഷൻ നേരത്തെ ലഭിക്കുന്നതാണ്. മെയ് മാസത്തേത് ഇനി നേരത്തെ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. ഉത്തരവ് വരുത്തിയിട്ടുണ്ട്. 25-നാണ് എങ്കിൽ അടുത്ത മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷമായിരിക്കും ആ ഒരു തുക ലഭിക്കുക. പിണറായി വിജയൻ തന്നെയാണ് 3ാമതും അധികാരത്തിൽ വരുന്നത് എങ്കിൽ അതിനുശേഷം, അല്ലെങ്കിൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ പുതിയൊരു മുഖ്യമന്ത്രിയുടെ കീഴിലായിരിക്കും ആ മെയ് മാസത്തെ പെൻഷൻ ലഭിക്കുക. ഇതിനു വേണ്ടിയിട്ടുള്ള ഉത്തരവ് മുൻകൂറായിട്ട് വരുത്തിയിട്ടുണ്ട്, ഉത്തരവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഈ 10-20 ദിവസത്തിനുള്ളിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് 2 പെൻഷനുകളാണ്. 4000 രൂപയാണ് ലഭിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ മെയ് മാസത്തേത് നേരത്തെ വിതരണം ചെയ്യുകയാണ് എങ്കിൽ 6000വും ലഭിച്ചേക്കാം. അതിനുള്ള ഉത്തരവും മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട്. അതാത് മാസം വിതരണം ചെയ്യുന്നതിന് വേണ്ടി എന്നാണ് ആ ഉത്തരവിൽ പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അത് മെയ് മാസത്തിൽ തന്നെ ആയിരിക്കും ലഭിക്കാനുള്ള സാധ്യത. ഏപ്രിൽ മാസത്തെ പെൻഷൻ ഉറപ്പായിട്ടും 9-ാം തീയതിക്ക് മുമ്പ് തന്നെ വിതരണം ആരംഭിക്കുന്നതാണ്. ഇനി സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യവും അതുപോലെ തന്നെയാണ്. ഉത്തരവ് മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുണ്ട്. ഉത്തരവിൽ പറയുന്നത് ഇങ്ങനെയാണ്: 2026 ഫെബ്രുവരി മാസം മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ 2ാം ഘട്ട വിതരണവും മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തെ തുകകളും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് മാസം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. അതായത് 2026 ഫെബ്രുവരിയിലാണ് ഇതിന്റെ വിതരണം ആരംഭിച്ചത്. പക്ഷേ പല ആളുകൾക്കും തുക ലഭിച്ചിരുന്നില്ല. അപേക്ഷ നൽകിയിട്ടും തുക ലഭിച്ചിരുന്നില്ല. അന്ന് അപേക്ഷ നൽകിയിട്ടും ലഭിക്കാതെ പോയിട്ടുള്ളവർക്കാണ് 2ാം ഘട്ട വിതരണം നടക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് 1000 രൂപ ആദ്യം അക്കൗണ്ടിലേക്ക് എത്തും, അല്ലെങ്കിൽ മറ്റൊരു പെൻഷനോടൊപ്പം അക്കൗണ്ടിലേക്ക് 1000 രൂപ കൂടി എത്തുന്നതാണ്. ശേഷം മാർച്ച് മാസത്തിൽ ആദ്യഘട്ടം വിതരണം ചെയ്തവർക്കും 2ാം ഘട്ടം വിതരണം ചെയ്തവർക്കും എല്ലാവർക്കും ഒരുമിച്ച് മാർച്ച് മാസത്തെ പെൻഷൻ ലഭിക്കും. അത് 25ഓട് കൂടിയിട്ടുണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. 25-ന് ശേഷം അത് വിതരണം കഴിഞ്ഞാൽ
ഏപ്രിൽ മാസത്തേതും മുൻകൂറായും കൊണ്ട് വിഷുവിനോടനുബന്ധിച്ച് വിതരണം ചെയ്യും. അപ്പോൾ ഏപ്രിൽ 9 മുമ്പ് സ്ത്രീ സുരക്ഷാ പെൻഷൻ വീണ്ടും ലഭിക്കും. അപ്പോൾ 2000 രൂപ അങ്ങനെ ലഭിക്കും. മുമ്പ് ലഭിക്കാത്ത ആളുകൾക്ക് 3000 ലഭിക്കും. മെയ് മാസത്തേതിനും അനുമതി ഇപ്പോൾ ഈ ഉത്തരവിലുണ്ട്. പക്ഷേ അത് അതാത് മാസത്തിൽ വിതരണം ചെയ്യാൻ എന്നാണ് പറയുന്നത്. അത് എന്നാണ് വിതരണം ചെയ്യുക എന്ന് നമുക്ക് ഇപ്പോൾ പറയാനാകില്ല. ചിലപ്പോൾ അത് ഇലക്ഷന് മുമ്പ് ലഭിച്ചേക്കാം. അങ്ങനെയെങ്കിൽ 3000 രൂപ മുമ്പ് ലഭിച്ചിട്ടുള്ള ആളുകൾക്ക്, മുമ്പ് ലഭിക്കാത്ത ആളുകൾക്ക് 4000 രൂപ, അങ്ങനെയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുക. മെയ് മാസത്തേത് ഇല്ല എങ്കിൽ 2000-വും 3000-വും ഇങ്ങനെയാണ് ലഭിക്കുക. കുറഞ്ഞ ദിവസത്തിനുള്ളിൽ, അതായത് ഇനിയുള്ള 10-20 ദിവസത്തിനുള്ളിലാണ് ഈ ആനുകൂല്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഒരുപാട് ആളുകളുടെ റേഷൻ കാർഡ്, നീല വെള്ള റേഷൻ കാർഡുകൾ പിങ്ക് വിഭാഗത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് 65,000-ത്തോളം ആളുകൾക്കാണ് പുതുതായിട്ട് പിങ്ക് റേഷൻ കാർഡ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകൾ ആ കാർഡിലെ സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ അപേക്ഷിച്ചിട്ടുണ്ടാകില്ല, പുതിയ കാർഡാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾ കൂടി സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകണമെന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.